Our resources. We need a number of things to survive. These are present all around us. They are our natural resources. അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ് അല്ലേ? അതിൽ കുറേയൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നു. അങ്ങനെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ലഭ്യമാകുന്ന വസ്തുക്കളെയാണ് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന വസ്തുക്കളെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. എ നാച്ചുറൽ റിസോഴ്സ് ഈസ് സംതിങ് ദാറ്റ് നേച്ചർ ഗിവ്സ് us ടു യൂസ്. പ്രകൃതി നമുക്ക് നൽകുന്ന വസ്തുക്കളെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സ്. അതിൽ പ്രധാനപ്പെട്ട നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണ്? വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ്. The earth also gives us useful resources like minerals and forests. അല്ലേ? എർത്ത് നമുക്ക് തരുന്ന വേറെ പ്രധാനപ്പെട്ട നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണ്? മിനറൽസും ഫോറസ്റ്റും അല്ലേ? പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ സോയിലിനെ പറ്റിയും ഫോറസ്റ്റിനെ പറ്റിയൊക്കെ പഠിച്ചു. ഓക്കെ. ദ മേജർ റിസോഴ്സസ് യൂസ്ഡ് ബൈ us ആർ വാട്ടർ, മിനറൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഈ പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന നാച്ചുറൽ റിസോഴ്സസിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റിസോഴ്സസ് ഏതൊക്കെയാണ്? വാട്ടർ, മിനറൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. Okay. In this chapter, we will study more about the natural resources like water, mineral and human resources. Okay. First one is water resources and their importance. വാട്ടർ റിസോഴ്സസും അവയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. പെരണിയൽ ആൻഡ് സീസണൽ റിവേഴ്സ്, സ്ട്രീംസ്, ലേക്സ്, tanks and ponds together form the water resources of our country. അതായത് ലിവിങ് ബീയിങ്സിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒന്നാണ് എന്ത്? വാട്ടർ. ഇനി വാട്ടർ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ലഭ്യമാകുന്നത്? പെരണിയൽ ആൻഡ് സീസണൽ റിവേഴ്സ്, സ്ട്രീംസ്, ലേക്സ്, ടാങ്ക്സ് എക്സെട്ര അല്ലേ? അതെല്ലാം വാട്ടറിൻ്റെ സോഴ്സസ് ആണ്. ഓക്കെ. വാട്ടർ ഈസ് എസെൻഷ്യൽ ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് വെള്ളം വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഇറിഗേഷൻ. ഇറ്റ് ഈസ് എ സോഴ്സ് ഫോർ ഫിഷിംഗ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ നാവിഗേഷൻ. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ജനറേറ്റ് പവർ നോൺ ആസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. അതായത് വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് യൂസസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ വാട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നത്? ഇറിഗേഷൻ, ഫിഷിംഗ്, നാവിഗേഷൻ, അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവറിൻ്റെ ഉൽപ്പാദനം. ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. ചുരുക്കി പറഞ്ഞാൽ വാട്ടർ ഇല്ലാത്തൊരു ജീവിതത്തെപ്പറ്റി നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഓക്കെ. റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇൻ ദിസ് മാപ്പ് we can see the perennial and seasonal rivers flowing through India. Okay. Next, rivers. India is very fortunate to have a large number of perennial and seasonal rivers flowing through it. അതായത് ഇന്ത്യയിലൂടെ ധാരാളം പെരണിയൽ റിവേഴ്സും സീസണൽ റിവേഴ്സും ഒഴുകുന്നുണ്ട്. River Indus and its tributaries Jhelum, Satluj, Beas, Ravi and Chenab, the Ganga and its major tributaries Yamuna, Gomti, Gagra, Gandak, Kosi and the Brahmaputra originate in the Himalayas are fed by the melting ice. These are perennial or ever-flowing rivers. അതായത് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെരണിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവുന്ന റിവേഴ്സാണ്. അവ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഹിമാലയത്തിൽ നിന്നാണ്. ഹിമാലയത്തിലെ ഐസ് മെൽറ്റ് ചെയ്തിട്ടാണ് അവയിൽ വെള്ളം ഒഴുകുന്നത്. ഏതൊക്കെയാണ് പെരണിയൽ റിവേഴ്സ് പ്രധാനപ്പെട്ടത്? ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് ഇൻഡസ്. അവയുടെ ട്രൈബ്യൂട്ടറീസുമാണ് പെരണിയൽ റിവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. The peninsular rivers like Chambal, Bedwa, Son, Mahanadi, Godavari, Narmada, Tapti, Krishna and Kaveri and their tributaries are fed by the monsoon rains and hence are seasonal rivers. ഇനി ഏതൊക്കെയാണ് സീസണൽ റിവേഴ്സ് എന്ന് പറയുന്നത്? അതായത് പെനിസുലാർ റിവേഴ്സ്
മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളമുണ്ടായിട്ട് ഒഴുകുന്ന റിവേഴ്സാണ് സീസണൽ റിവേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ഏതൊക്കെ? ചമ്പൽ, ബെദ്വ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഒക്കെ സീസണൽ റിവേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ റിവേഴ്സ് ആർ ടു ടൈപ്സ്, ദാറ്റ് ഈസ് perennial rivers and seasonal rivers. Okay. Next, multi-purpose projects. Dams are constructed across rivers. They serve many purposes. They save the water of the rivers for irrigation. They control floods in the rivers. They also produce hydroelectricity. Such dams, serving many purposes, are called മൾട്ടിപർപ്പസ് പ്രോജക്ട്സ്. എന്താണ് മൾട്ടിപർപ്പസ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിവേഴ്സിൻ്റെ എക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാമുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. എന്തിനാണ്? പല ഉദ്ദേശങ്ങളാണ് ഡാമുകൾ കൊണ്ടുള്ളത്. അവ ഡാമുകളിൽ നമുക്ക് വെള്ളം സംഭരിച്ച് വെച്ചിട്ട് ജലസേചനത്തിനായിട്ട് അത് പിന്നീട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൂടാതെ വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കാനായിട്ട് ഡാമുകൾ സഹായിക്കും. വേറൊരു കാര്യം പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാമുകളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പല പർപ്പസസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഡാമുകളെയാണ് മൾട്ടി പർപ്പസ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടേബിൾ പ്രസൻറ്റഡ് ബിലോ മെൻഷൻസ് സം ഇമ്പോർട്ടൻറ്റ് മൾട്ടി പർപ്പസ് പ്രോജക്ട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൾട്ടിപർപ്പസ് പ്രോജക്ട്സും അവ സ്ഥിതി ചെയ്യുന്ന റിവേഴ്സുമാണ് താഴെ തന്നിരിക്കുന്ന ടേബിളിൽ പറയുന്നത്. അപ്പോൾ ബക്രാനങ്കൽ ഡാം, സത്ലജ് റിവർ; കോസി ഡാം, കോസി റിവർ; ദാമോദർ ഡാം, ദാമോദർ റിവർ; ഹിരാക്കുഡ് ഡാം, മഹാനദി റിവർ; തുംഗഭദ്ര ഡാം, തുംഗഭദ്ര റിവർ; നാഗാർജുന സാഗർ ഡാം, കൃഷ്ണ റിവർ; മേട്ടൂർ ഡാം, കാവേരി റിവർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മൾട്ടിപർപ്പസ് പ്രോജക്ട്സും അവ നിൽക്കുന്ന റിവേഴ്സും. ഓക്കെ, നെക്സ്റ്റ് വി വിൽ സ്റ്റഡി അബൌട്ട് കനാൽസ്. റിവേഴ്സ് ഫ്ലോ ഓൺലി ഇൻ സം ഏരിയാസ്. So channels called canals are built to divert river water to agricultural lands for farming where there are no rivers. അതായത് റിവേഴ്സ് ചില പ്രത്യേക ഏരിയയിലൂടെ മാത്രമാണ് ഒഴുകുന്നത്, അല്ലേ? അപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിഫറെൻറ്റ് ചാനൽസ് പണിത് അതിലൂടെ വെള്ളം കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് എത്തിക്കുന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ചാനൽസിനെയാണ് കനാൽസ് എന്ന് പറയുന്നത്. For example, the Indira Gandhi Canal provides water from the Bakra Dam to many areas in north-west India. അതായത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് സൈഡിൽ ഏതാണ്? രാജസ്ഥാൻ, അങ്ങനെയുള്ള വെള്ളം തീരെയില്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടേക്ക് വെള്ളം എത്തിക്കുന്നത് എങ്ങനെയാണ്? ഇന്ദിരാഗാന്ധി കനാൽ വഴി ബക്രാനങ്കൽ ഡാമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഓക്കെ, ഫിഗർ ഷോസ് ഇന്ദിരാഗാന്ധി കനാൽ. ഇങ്ങനെ വെള്ളമില്ലാത്ത വരണ്ട പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന ചാനൽസാണ് കനാൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലേക്സ് ആൻഡ് ടാങ്ക്സ്. ലേക്സ് ആൻഡ് ടാങ്ക്സ് ആർ ലാർജ് depressions in which rainwater or river water gets collected. This water is used for irrigation, drinking and fishing. അതായത് റെയിൻ വാട്ടർ അല്ലെങ്കിൽ റിവർ വാട്ടർ നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങളിൽ ഒരു പ്രത്യേക രീതിയിൽ സംഭരിച്ച് വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ലേക്സ് അല്ലെങ്കിൽ ടാങ്ക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇറിഗേഷൻ, ഡ്രിങ്കിങ്, ഫിഷിംഗ് അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പിന്നീട് നിറവേറ്റുന്നത്. സം വാട്ടർ ഇൻ ദ ടാങ്ക്സ് ഓൾസോ സ്വീപ്സ് ത്രൂ ദ സോയിൽ and gets stored as underground water. It can be used in the dry season when there is scarcity of water. അതായത് ഈ ടാങ്കിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം അവിടെയുള്ള സോയിലിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് അത് അണ്ടർഗ്രൗണ്ട് വാട്ടറായിട്ട് കുറച്ചൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നല്ല വരൾച്ച വരുന്ന സമയത്ത് ആ അണ്ടർഗ്രൗണ്ട് വാട്ടറും അവിടെയുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നു. Next source is wells and tube wells.
Wells are dug in the soil. Underground water can be drawn out through wells and used for various purposes. Tube wells use electricity to draw underground water, mainly for use by farmers for irrigation. വാട്ടർ ലഭ്യമാകുന്ന വേറെ രണ്ട് സോഴ്സസ് ആണ് ഇതൊക്കെ, വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്. വെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിണറുകൾ നമ്മൾ മണ്ണിൽ കുത്തി അണ്ടർഗ്രൗണ്ട് വാട്ടർ നമുക്ക് ലഭ്യമാകുന്നത് ഈ കിണറുകളിലൂടെയാണ്. കിണറുകളിൽ നിന്ന് ലഭ്യമാകുന്ന വെള്ളം നമ്മൾ വേരിയസ് പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ട്യൂബ് വെൽസ്. ട്യൂബ് വെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴൽ കിണറുകൾ. ഈ കുഴൽ കിണറുകൾ എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് ലഭ്യമാകുന്നത് ഈ കുഴൽ കിണറുകൾ വഴിയാണ്. അപ്പോൾ ഈ ട്യൂബ് വെൽസ് വഴി ലഭ്യമാകുന്ന വാട്ടർ നമ്മൾ ഡിഫറെൻറ്റ് പർപ്പസസിന് ഉപയോഗിക്കുന്നു. മെയിൻലി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫാമേഴ്സ് അവരുടെ ഇറിഗേഷന് വേണ്ടിയും ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ? ഏതൊക്കെയാണ്? റിവേഴ്സ്, ഡാംസ്, കനാൽസ്, ലേക്സ് ആൻഡ് ടാങ്ക്സ്. Wells and tube wells are examples for the different sources of water. Okay.